ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത സെക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മരുന്നുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ട്. ഈ അമ്പലം എൻ്റെ ജനനമൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. അമ്മ ഡെലിവറി അല്ല, ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ അന്നൊന്നും ബസ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മയും കൂടി തോണിയിലാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. രാവിലെ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ കൂടെ. അപ്പോൾ അമ്മേനെ അവിടെ അഡ്മിറ്റ് ആക്കി. അമ്മമ്മ വീട്ടിലോട്ട് വന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫുഡൊക്കെ എടുത്ത് അമ്മ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റിലൊരു തോണിയുണ്ട്. ആ തോണി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തോണി ഇല്ല. അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, വേദന വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ അമ്മ ഭയങ്കര ടെൻഷനായി എല്ലാം എടുത്തിട്ട് ഓടി. അവിടെ ചെന്ന് കടവത്തെത്തി നോക്കുമ്പോൾ തോണി ഏകദേശം പകുതി ദൂരം എത്തിയിരിക്കണം. അമ്മമ്മ കുറേ വിളിച്ചപ്പോൾ കേൾക്കുന്നില്ല, തോണിക്കാരൻ കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് ഉറക്ക തോണിക്കാരനെ ഒച്ചത്തിൽ വിളിച്ചപ്പോൾ തോണിക്കാരൻ അത് കേട്ട് തിരിച്ച് അമ്മമ്മയെ കൂട്ടാൻ വേണ്ടി തിരിച്ചു വന്നു. എന്നിട്ട് അപ്പോൾ അമ്മ സമാധാനമായിട്ടോ, കാരണം എങ്ങനെയെങ്കിലും അക്കരെ എത്തണം, എന്നാലാണ് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ തോണി വന്നു, അമ്മമ്മ തോണി കയറി. പക്ഷേ ആ കുട്ടി വന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് അമ്മമ്മ കുട്ടിയുടെ അടുത്തൊരു നന്ദി പറയാൻ നോക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. അവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുട്ടീനെ അമ്മമ്മ അതിന് മുന്നേ കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. അപ്പോൾ അമ്മമ്മയുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുങ്ങൽ ഭഗവതിയാണ് ആ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നത്, അമ്മമ്മയെ സഹായിച്ചത് എന്നാണ് അമ്മമ്മ എപ്പോഴും എന്നോടിങ്ങനെ ഈ കഥ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതാണ് ഈ മരുന്നുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അന്ന് അവിടെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത തൊട്ടപ്പുറത്ത് തന്നെ ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് അവിടുത്തെ ഒരു വ്യൂ ഒക്കെ. ഇവിടെ ചുറ്റുവിളക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹത്തിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാനൊക്കെ ചുറ്റുവിളക്കൊക്കെ പ്രാർത്ഥിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വഴിപാട് ചെയ്യാറുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാണ് അവിടെ, ഭദ്രകാളി ദേവിയാണ്. അടുത്തത് ഞങ്ങളെ കുടുംബക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അമ്മയും വല്യമ്മയും മേമ്മയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പുവാണ് വിളക്ക് വയ്ക്കുന്നത്. ഇവിടെ മച്ചിലെ ഭഗവതി ഭുവനേശ്വരി ദേവിയും അതുപോലെ തന്നെ സർപ്പദൈവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചുറ്റുവിളക്ക് വെച്ചു, അതുപോലെ ഉള്ളിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. കാരണം 8 മാസം ആകുമ്പോൾ പിന്നെ നമുക്ക് അമ്പലങ്ങളിലോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നാട്ടിൽ വന്നപ്പോൾ എല്ലാം ചെയ്ത് തീർത്തതാണ്. എനിക്ക് എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് നമുക്കൊരു സന്തോഷമുണ്ട്. പിറ്റേന്ന് ദേവേട്ടൻ്റെ വീട്ടിൽ അവിടുത്തെയും മച്ചിലെ ഭഗവതീനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടെയും ചെന്നു, വിളക്ക് വെച്ചു. പിന്നെ അവിടെയും സർപ്പക്കാവിൽ അന്നത്തെ ദിവസം പൂജ ഉണ്ടായിരുന്നു. അന്ന് നഖങ്ങൾക്ക് പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുവിധം എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് സമാധാനത്തോടെയാണ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന അന്നത്തെ ദിവസം നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഈവനിങ് അമ്മയുടെ സ്ഥലത്ത്, അമ്മയുടെ നാട്ടിൽ പന്നിശ്ശേരി, അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അവിടെയും കൂടി ഒന്ന് പോയി തൊഴണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കുളിച്ച് റെഡിയായി അവിടെയും പോയി ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു, വഴിപാടൊക്കെ ചെയ്തു. അതുപോലെ അവിടെയും മച്ചിൽ ഭഗവതിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ അമ്പലങ്ങളും തൊഴുത് സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോയി. ഇനിയും കഴിഞ്ഞിട്ടില്ല, ട്രിവാൻഡ്രത്ത് കുറച്ച് അമ്പലങ്ങളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ അത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അവിടുത്തെ ക്ഷേത്രങ്ങളിലെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.